ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ ബുദ്ധന്റെ അവശേഷിപ്പുകൾ ഭാരതത്തിന്റെ മണ്ണിലേക്ക് തിരികെ എത്തിയത് ചരിത്ര നിമിഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 127 വർഷങ്ങൾക്കപ്പുറമാണ് ഇവ തിരികെ ഇന്ത്യയിലേക്ക് ലഭ്യമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് 2025 ജൂലൈയിൽ ഹോങ്കോങ്ങിലെ ഒരു ലേലത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന ഈ ശേഷിപ്പുകളെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഇടപെട്ട് തടയുകയും അവ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഡൽഹിയിലെ റായ് പിത്തോറോ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന രാജ്യാന്തര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. ഭാരതീയ നാഗരികതയുടെ അവിഭാജ്യ ഘടകമായ ഈ ശേഷിപ്പുകൾ വെറും പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുരാവസ്തുക്കളല്ല, മറിച്ച് നമ്മുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമാണ് എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അടിമത്തം നമ്മുടെ പൈതൃകത്തെ തകർത്തു. ബുദ്ധന്റെ ശേഷിപ്പുകൾ പോലും രാജ്യാന്തര വിപണിയിൽ ലോകത്തിന് അവിടെ വയ്ക്കപ്പെട്ടു. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇവ കേവലം വിദേശ നാണ്യം നേടാനുള്ള വസ്തുക്കൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ പൈതൃകത്തെ അതിന്റെ ആത്മാവായി കണക്കാക്കുന്നവയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു. 2025 ജൂലൈയിൽ ഹോങ്കോങ്ങിലെ ഒരു ലേലത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന ഈ ശേഷിപ്പുകളെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഇടപെട്ടുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. ഗോദ്രേജ് ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ ഇവ ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ബുദ്ധന്റെ ഉപദേശങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ പാലി ഭാഷയ്ക്ക് മോദി സർക്കാർ ക്ലാസിക്കൽ പദവി നൽകിയത് പൈതൃകത്തോടുള്ള ഒരു ആദരവാണ് എന്നും ചൂണ്ടിക്കാട്ടി. താൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അവിടെ ഉൾപ്പെടെയുള്ള ചില ഇടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ബുദ്ധമത ശേഷിപ്പുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും, എന്നാലാകട്ടെ ഇന്ന് അവയെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ബുദ്ധമത തീർത്ഥാടകർക്കായി തന്നെ കുശിനഗർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് പാരമ്പര്യവും വികസനവും എന്ന സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമാണ് എന്നും വ്യക്തമാക്കി. തന്റെ മണ്ഡലമായ വാരണാസിയിലെ സാരാനാഥിലാണ് ബുദ്ധൻ ആദ്യമായി തന്നെ അവിടെ ധർമ്മ പ്രഭാഷണം നടത്തിയതെന്നും തന്റെ നിയോഗമാണിതെന്നും മോദി വ്യക്തമാക്കുകയും ചെയ്തു. ബുദ്ധമതത്തിന്റെ ജന്മസ്ഥലമായ ഇന്ത്യ ഭഗവാൻ ബുദ്ധന്റെ ആഴമേറിയ ദർശനിക പഠിപ്പുകളിലൂടെ തന്നെ പ്രത്യേകിച്ച് മാനസിക അച്ചടക്കത്തിനും ആത്മബോധത്തിനും പ്രാധാന്യം നൽകുന്ന ആ അഭിധർമ്മത്തെ ആദരിക്കുന്നതിനായി തന്നെ അന്താരാഷ്ട്ര അഭിധർമ്മ ദിവസ് ആഘോഷിക്കുകയും ചെയ്തു. ഈ പൈതൃകമാകട്ടെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തന്നെ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം ബുദ്ധിസ്റ്റ് ടൂറിസം സർക്യൂട്ട് ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ ഇന്ത്യ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കപിൽ വസ്തു പോലുള്ള പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങളാകട്ടെ അത് വികസിപ്പിക്കുന്നതിനും സാംസ്കാരിക ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധമതവുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായകരമാകുന്നു. ബുദ്ധമത പൈതൃകത്തിനോടുള്ള ആ പ്രതിബദ്ധത കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ബുദ്ധന്റെ പ്രഭാഷണങ്ങളിലൂടെ മധ്യമെന്ന നിലയിൽ പാലിയുടെ ചരിത്രപരമായ പങ്ക് അംഗീകരിച്ചുകൊണ്ട് 2024 ഒക്ടോബർ 4 ഇന്ത്യ പാലി ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകുകയാണ് ഉണ്ടായത്. ബുദ്ധമത സംസ്കാരം ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ആഗോള സംരക്ഷണം വളർത്തുന്നതിനും പങ്കിട്ട പൈതൃകത്തിലൂടെ തന്നെ സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ഒരു സമർപ്പണത്തെ ഇത്തരം സംരംഭങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.